ഗായ്സ് വെൽക്കം ബാക്ക് അദൂക്കാസ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു മൈൻക്രാഫ്റ്റ് ഗെയിമിംഗ് ആയിട്ടാണ്. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ് ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ദിസ് ഈസ് മൈൻക്രാഫ്റ്റ് ട്രയൽ ഗെയിമാണ്. ഇത് ട്രയലാണ് ഗായ്സ്. ഇങ്ങനെ ട്രയൽ ഗെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എനിക്ക് ഒരു ഇതെല്ലാം അറിയാം ഗൈസ്. പക്ഷേ ഞാൻ ഇവിടെ ന്യൂ വേൾഡ് തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുഴിയുണ്ട്, കുഴിക്കാതെ വന്ന പ്രശ്നമാണ് ഗൈസ്. എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി ചാടി എവിടേക്ക് പോകുന്നു? ദോണ്ടേ അവിടെ ഒരു വില്ലേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൈസ്. ഫൈനലി ഐ ആം സീ എ വില്ലേജ്. വില്ലേജസ് ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. ഇവിടെ കുഴിയായിരുന്നു ഗൈസ്. വില്ലേജസ് ഒക്കെ ഉണ്ട്. അയൺമാൻ അല്ലോ, അയൺഗോളം അങ്ങനെയല്ലേ പറയുന്നത് പ്രൊനൗൺസിയേഷൻ. ഐ ഡോണ്ട് നോ. ഓ കൊള്ളാം. എന്തായാലും ഗൈസ്, ഇവർക്കെന്തിനാ എത്ര ലൈറ്റൊക്കെ? ട്രയൽ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതേ കാണത്തുള്ളൂ ഗൈസ്. ഒറിജിനൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ പൈസ ഇല്ല ഗൈസ്. ഇത് ടീം പ്ലേ ആയിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കളിക്കാമായിരുന്നു. ഈ ട്രയലിനകത്ത് ഗൈസ് ടീം പ്ലേ കളിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഒറിജിനൽ മേടിക്കണം ഗൈസ്. നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ റീസ്പോൺ സെറ്റ് ചെയ്യുമെന്ന് എന്നോട് ഏതോ ഒരുത്തൻ പറഞ്ഞു. അതിൽ ഗൈസ് ലാഡർ കൊള്ളാല. അയ്യോ അതാ പോയി. ഇവിടെ ഫിറ്റ് ചെയ്തത് എപ്പടാ കൊള്ളാല സെറ്റപ്പ്. ഓ ഗൈസ്, വില്ലേജേഴ്സിന് ബാൽക്കണി ഗൈസ്, ബാൽക്കണി. ഇവിടെ ഒരു തുളയുണ്ട്, കൊച്ചുങ്ങൾക്കൊക്കെ ചാടിപ്പോവും, ശ്രദ്ധിക്കണ്ടേ ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് വില്ലേജിലേക്ക്. ഓപ്പൺ ചെയ്യാം ഗൈസ്. ഈ വില്ലേജ് നമുക്ക് ചെസ്റ്റ് ഉണ്ട്. അയ്യേ കൈ ഇരിക്കട്ടെ ഗൈസ്, എന്തായാലും കൈ ഇരിക്കട്ടെ. അണ്ണാച്ചി സുഖമില്ലയോ? പോവല്ലേ, എനിക്കിവിടെ എന്തോ ട്രേഡ്. ഓ ഗൈസ്, ഇത് കൊടുത്താൽ ഇത് കിട്ടും, ഇത് കൊടുത്താൽ ഇത് കിട്ടും, എന്തൊക്കെയോ കൊടുത്താൽ എന്തൊക്കെയോ കിട്ടും ഗൈസ്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. നമ്മുടെ സ്റ്റാർട്ടിങ് ഗെയിം ആയതിനാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് കാണും ഗൈസ്. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ ഉടഞ്ഞേനെ വേറെ ഗെയിം ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. നമുക്ക് ഫ്രീ ഫയർ കളിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഫ്രീ ഫയർ ഉടനെ കളിക്കാവുന്നതാണ്. ആറാണ് ഇടയ്ക്ക് കൂടെ എമ്പക്കം പിടിക്കുന്നത്. ഓ ഗൈസ്, ഇവിടെ ഒരു പന്നിക്കുട്ടുണ്ട്, പന്നിക്കുട്ടൻ. മരക്കെന്തിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് ഗൈസ്? ഞാൻ യൂട്യൂബിൽ കണ്ട പോലെ നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഗൈസ് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ ഞാൻ കണ്ടത്. ട്യൂട്ടോറിയൽ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിൽ ഫസ്റ്റ് ആദ്യമേ നമ്മൾ മരം മുറിക്കണം എന്നാണ്. മരം മുറിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മൾ ഈ മരം കൊണ്ട് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് അല്ലല്ലോ, എന്തൊക്കെയോ ഉണ്ടാക്കണം ഗൈസ്. എല്ലാം നമുക്ക് ബിൽഡ് ചെയ്യണം ഗൈസ്. നമുക്ക് ഈ മൈൻക്രാഫ്റ്റ് ട്രയലിൽ തന്നെ ഏറ്റവും വലിയൊരു ഇതാവണം, മൈൻക്രാഫ്റ്റ് കിങ് ആവണം ഗൈസ് എനിക്ക് ഗൈസ്. നമ്മൾ ഒരു തടിയും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ അതുകൊണ്ട് എല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങ് ഒരു ഇടിയെന്ന് പറഞ്ഞു ഗൈസ്. എനിക്കറിയാം ഗൈസ് ഇതൊക്കെ ഞാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഈ മരം മുറിക്കുന്നത്, അടുത്ത മരം മുറിക്കുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും പോയി എന്നെ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഗെയിം പ്ലേ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇസ് മീ അദൂക്കാസ് വ്ലോഗ് ഗൈസ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗൈസ്, നിങ്ങൾ പറയുന്ന പോലെ നമ്മളൊരു ഗീവ് അവേ ഒക്കെ കൊടുത്തുകൊണ്ട്, ഗീവ് അവേ എന്ന് പറയാനുള്ളതൊന്നും ഇല്ല, എന്നാലും ഞാൻ ചുമ്മാ പറയുന്നു ഗൈസ് നിങ്ങൾക്ക് വേണ്ടി. ഗീവ് അവേ എന്ന് എന്താണ് ഗീവ് അവേ എന്ന്? അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ പോവാം. 3 കുത്തുള്ളെടുത്തോട്ട് അതിനുശേഷം നമുക്ക് ബ്ലാങ്ക് ഉണ്ടാക്കി. നമ്മൾ ഈ മരം ഫുൾ എന്താക്കണം ഗൈസ്? പ്ലാങ്ക് ആക്കി എടുക്കണം. പ്ലാങ്ക് ആണ് നമ്മുടെ ട്യൂട്ടോറിയൽ ഫൺ എന്നൊക്കെ.
എന്താണ് തീരാത്ത എത്ര നെക്കിട്ടും. ആ ഗൈസ് അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-6 അല്ലെങ്കിൽ വേണ്ട ഒരു 8 മതി 18 മതി. അതിനുശേഷം നമ്മൾ ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയണം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതില്ലെങ്കിൽ അതുകൊണ്ടൊരു സോംബി അല്ലേ, നിങ്ങൾ അത് കാണുന്നുണ്ടോ? ആ കാണുന്നൊരു സോംബീനല്ലേ? സൂമിങ് ഇതിനകത്ത് സൂമിങ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ജമ്മിങ് എഡിറ്റിങ്ങിനകത്തൊക്കെ നമുക്ക് ചേർക്കാം കേസ്. പുതിയ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേസ്. നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത് ഒരു വാളില്ലാതെ എന്ത് കളി. പിന്നെ ഒരു വുഡൻ പിക്കാക്സ് വേണം. അതേപോലെ തന്നെ മരം വെട്ടാൻ ഒരു ആക്സും വേണം നമുക്ക് ഗൈസ്. ഇത് ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിത് വെച്ച് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെ സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കണം. അതേപോലെ പതുക്കെ നമുക്ക് സ്റ്റോൺ ഏജിലേക്ക് കിടക്കണം ഗൈസ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു ചെടി നമ്മൾ നട്ടു, നമ്മൾ 2 ചെടി മുറിച്ചു, ഒരു ചെടി നട്ടു. എന്ത് മനസ്സൊന്നും ആലോചിക്കണേ ഗൈസ് എൻ്റെത്. ഫസ്റ്റ് ഗൈസ് നമുക്കിവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഈ പരിസരങ്ങളൊക്കെ. അതിനുശേഷം ഇരുട്ടാവുകയാണെങ്കിൽ നമുക്കിവിടെ വരാം, ഒന്ന് ഉറങ്ങാം, തിരിച്ചു പോകാം ഗൈസ്. മുകളിൽ നമുക്ക് എന്തൊക്കെയോ വരുന്നുണ്ട്. നിങ്ങൾ ബോട്ട് ഉണ്ടാക്കണം, വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. നമുക്ക് വെള്ളം അലർജിയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ ബോട്ട് ഉണ്ടാക്കണം. ഹായ് പശൂമ്പേ ഗൈസ്. ഇവിടെ ഒരു ആട്ടും പശൂമ്പയൊക്കെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്. മിക്കപ്പോഴും എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ആടുള്ള ഗൈസ് അത്ഭുതം. ഗൈസ് എന്നെ താഴോട്ട് വലിച്ചുകൊണ്ട് പോകുന്നതാണ്ട് ഈ സാധനം ഗൈസ്. ഈ കുണ്ടാണ്ട് എന്തോന്ന് നിങ്ങൾക്കറിയാവോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് യൂട്യൂബിലൊക്കെ. താഴെയായിട്ട് കാണാൻ കഴിയും എന്തോ നമ്മുടെ ലാവ പോലത്തെ എന്തോ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ യെസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് ഉള്ളോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. കാരണം നമ്മൾ ഉടനെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേണം. അയൺ പിക്കാക്സ് അങ്ങനെ ഒരുപാട് കൊണ്ടുവരണ്ട. മനസ്സിലാക്കണം. നമ്മൾ അയൺ പിക്കാക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്കിപ്പോൾ തൽക്കാലമായിട്ട് നമ്മുടെ കയ്യിലില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതാണ്. നമ്മുടെ കയ്യിൽ അയൺ പിക്ചേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടെത്തിയിട്ട് അതിന് ശേഷം വേണം കേസ് നമുക്കെല്ലാം ശരിയാക്കാൻ. എന്നിട്ട് കേസ് നമുക്ക് ദൂര സ്ഥലത്തേക്ക് പോവാം. പട്ടീനെ മയക്കണം, കിളീനെ മയക്കണം. ഞാനും മയക്കക്കാരൻ തന്നെ. ഐശ്വര്യമായിട്ട് കേസ് നമുക്ക് ഈ പോത്തിനെ 2 റോമീറ്റല്ല മീറ്റ് കിട്ടി ഗൈസ്. അത്ഭുതം ഗൈസ്. അപ്പുറത്ത് കായൽ, ഇവിടെ ഒരു തോടുണ്ട് ഗൈസ്. തോട് അണ്ണാ സോറി, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊന്ന് ചുമ്മാ ഒരു ഫൺ ഗൈസ്. കരിമ്പാന്ന് തോന്നുന്നു, വളർന്നു നിൽക്കുന്നു ലൈക്ക് എ ഷാഡോ. അങ്ങനെ ഗൈസ് നമ്മൾ ഗൈസ് ഇരുട്ടായിട്ട് വരുന്നോ എന്നൊരു സംശയം. അപ്പം നമ്മൾ വന്ന റൂട്ടിലൂടെ തിരിച്ചു പോകണം. അതിന് നിനക്ക് വന്ന റൂട്ട് അറിയാമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും അറിഞ്ഞുകൂടാ. എന്നാലും എന്തോ അവിടെ ഒരു ഗോപുരം, നമുക്ക് അവിടെ പോവാം. നമ്മുടെ വില്ലേജാണേ. ഏത് നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞ് ഗൈസ്. പേടിക്കൊക്കെ വേണം, പ്രത്യേകിച്ച് പേടിക്കേണ്ട ഈ സോംബിയുടെ മക്കളെയാണ്. നമുക്ക് കാണാൻ പോലും പറ്റില്ല, പിന്നെ ഒന്ന് കുത്തിക്കളയും. ഇരുട്ടായില്ലേ ചേട്ടാ. സൂര്യാസ്തമയം എന്തെങ്കിലും ആവട്ടെ ഗൈസ്. നിങ്ങൾ പറയല്ലേ ഞാൻ കട്ടെടുക്കുവാന്ന്. കാരണം അത് എൻ്റേതായൊരു മര്യാദയാണ് ഗൈസ്. വിശക്കുമ്പോൾ നമ്മൾ തിന്നണം. ഞാൻ ഫുഡൊന്നും കൊണ്ടുവന്നില്ല. ഫുഡ് എന്ന് പറയാൻ
നമ്മുടെ ചെറുക്കിന് കേസ് നമുക്ക് പാൻറ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി കോട്ടൺ പാൻറ് ആൻഡ് ഷൂസ് വെയർ ചെയ്ത് കൊടുക്കാം. അയ്യോ കേസ് പറഞ്ഞില്ല, രാത്രിയായി. ഇപ്പോൾ സോംബി അണ്ണന്മാരൊക്കെ അങ്ങ് വീട്ടിൽ ചെല്ലും. എന്തോ ഒരു ശബ്ദം കേട്ട് തുറക്കടാ വാതില്. ചേട്ടാ ഇവിടെ ബെഡ്റൂമൊന്നും ഇല്ലേ? ഗൈസ് പറഞ്ഞു തീർന്നില്ല. നമ്മൾ അയണിൻ്റെ ഒരു തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ലക്കൊന്ന് ആലോചിക്കണം ഗൈസ്. എനിക്ക് അയൺ കിട്ടിയിരിക്കുന്നു, പ്ലസ് കുറച്ച് ബ്രെഡൊക്കെ ഉണ്ട്. ഞാൻ കേട്ടു ഉമ്പാന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ എൻ്റെ ഈ സൈഡിൽ നിൽപ്പുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിച്ചത്. ഓടാ സേത്താനെ. രണ്ടെണ്ണം ഇതെവിടുന്ന എന്നെ വളഞ്ഞു ഗൈസ്. ഇവിടെ എനിക്ക് ഉറങ്ങാൻ കട്ടിലില്ല ഗൈസ്. ഓ കഥാടാ. ഓ മൈ ഗോഡ് ലെസ്. എനിക്ക് ഉറങ്ങണം. ഇവന്മാര് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗൈസ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ചാവത്തില്ല. ഒന്ന് രാവിലെ ആക്കടാ. ഇനി ഉറങ്ങാവോ ചേച്ചി? ഈ പ്രേതങ്ങളൊക്കെ ചുമ്മാണ്. ചുക്കിരി പോരാലേ. ഇതൊക്കെ പോയി. ഇനി എനിക്ക് ഉറങ്ങാവോ? ഇങ്ങനെ ഞാൻ ഇന്ന് കൊല്ലൂലോ. ശവം എന്തിട്ടപ്പ സംഭവിച്ചേ ഗൈസ്? എന്താണിപ്പോ സംഭവിച്ചേ? പോത്ത് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല പോത്ത് പറഞ്ഞതിനോട് സംഭവിച്ചത്. എനിക്ക് ഉറങ്ങണം ഗൈസ്. ഫുഡില്ല. ശരി ഫുഡ് കഴിക്കട്ടെ. നമ്മൾ ഭയങ്കര വിശപ്പുള്ളൊരുത്തനാ, അതുകൊണ്ട് എന്താ അറിയാൻ വയ്യ. കടവാവല ഇങ്ങ് വാ, നിന്നെ ഞാൻ കൊല്ലും. ആടിയേ എവിടെയാ കടവാവല്? എന്തിയോടാ ആണേ? ആണയനാണെങ്കിൽ ഇങ്ങ് വാടാ. അയ്യോ ചുമ്മാ വിളിച്ചാ, നിന്നെയല്ലേ വിളിച്ചേ. പുല്ലിത് പൊട്ടത്തോ ഇല്ലേ ഗൈസ്? ശരിക്കും പറയുന്നത് എനിക്ക് പേടിയില്ല കേട്ടോ. ഞാൻ നിങ്ങൾ പേടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രാക്ക് ഇട്ട് നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരുത്തനല്ല. നിങ്ങളുടെ അണ്ണൻ പേടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സൈഡിൽ നിന്നൊരു ശബ്ദമില്ലേ കേട്ടെ? ഷെടാ ഇപ്പം ശല്യമായല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീടങ്ങ് പൊളിക്കാം. പാടാ ജോയ് ഇങ്ക വാ തമ്പി. എത്തിയാ? ഇങ്ക വാ, ഇവിടെ വാ. ഓ ദാ വരുന്നു കീപ്പർ. അണ്ണാ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താ ഗൈസ്? എനിക്ക് കീപ്പറിനെയും പേടിയില്ല ഗൈസ്. നമ്മൾ റീസ്പോൺ ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പേടിത്തൊണ്ടന്മാര് ഗൈസ്. നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങളിവിടെ ഞാനില്ലേ, അണ്ണനില്ലേ, നിങ്ങളുടെ അണ്ണൻ അദുക്കസ് വ്ളോഗില്ലേ, എടാ നിന്നെയൊക്കെ ആരാടാ സോംബി ആക്കിയേ? നിനക്ക് എന്നെ അറിഞ്ഞൂടാ. അയ്യോ ചുമ്മാ ഇനിയും കിടക്കാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ധൈര്യം. അയ്യോ അമ്മേ ഗൈസ് നിങ്ങൾ പേടിച്ചോ? ഇല്ല കണ്ടോ, എൻ്റെ സ്കില്ല് ഉണ്ടായിരുന്നു. അത് കയറി എന്നെ കയറ്റി കഥ കടിച്ചു കൊന്നു. എന്തോന്ന് ദോശ ചുടുന്ന? അടുത്തൂടെ പോയാൽ മതിയില്ലല്ലോ. ഷീറെന്ന് പറഞ്ഞ ശബ്ദം കേൾക്കാം. ഇനി ആർക്കടാ എന്നെ തൊടണ്ടേ? തൊണ്ടന്മാര് വാടാ എന്നൊക്കെ ഡയലോഗ് അടിക്കാം നമുക്ക്. ഒന്നൊരു മിനിറ്റ്, ഞാൻ താണ്ട ഈ സാധനം ഒന്ന് പിടിക്കട്ടെ.
ഓ, ഈ കുന്ത്രണ്ടെണ്ണത്തിന് നാണമുണ്ടോ? എന്ത് ഇതൊക്കെ ചൂടാൻ പോയോ ഇതോ? ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് തന്നെയൊക്കെയാണ് അവിടെ സംഭവിച്ചത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്? എൻ്റെ ബ്രെഡ് എല്ലാം പോയി. നാണല്ലല്ലോ ഇവന്മാർക്കൊക്കെ വന്ന് തല്ലിയിട്ട് പോവാൻ. ഗൈസ്, എന്തായാലും ചാവാറായി. ഓഫ് പുല്ല്. എന്തായാലും ഗൈസ് ചാവാറായി. എന്തായാലും ഒന്ന് ഉറങ്ങിയിട്ട് ചത്തേക്കാം. സിക്കര് സിക്കര് പോരാലേ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൂർക്ക് മരിച്ചുറങ്ങിയൊക്കെയാണ് ബെഡിൽ കിടന്ന്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, നിങ്ങൾ പേടിക്കുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരെ ചെന്ന് ചാടിക്കൊടുത്തത്. നമ്മൾ ചത്തപ്പോൾ നമ്മുടെ ഷൂസൊക്കെ ഊരിപ്പോയായിരുന്നു. ഈ ഷൂസൊന്നും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടെടുത്ത്. അയ്യോ, ഇതിൻ്റെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഗൈസ് ഈ ഷൂസും ഈ പാൻറ്റും ഇടാം. ഓക്കെ, അപ്പം നമുക്ക് 2 ഷർട്ട് കയറി. അപ്പം നമുക്കിനി ഷർട്ടും തലങ്ങണയും വേണം. പക്ഷേ തലങ്ങണയല്ല, തലപ്പാവ് വേണം ഗൈസ്. തലപ്പാവ്. ബ്രെഡ് ഇവിടെ വാ, ഈ വിശക്കത്തില്ലേ? ഓ, ഈ ഷൂസിൻ്റെ ഒന്നും വേണ്ട. അപ്പോൾ ഗൈസ്, നമുക്ക് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഹായ് പശുമ്പ. പശുമ്പ നമ്മൾ കൊല്ലത്തില്ലെന്ന് നമ്മൾ നേരത്തെ വാഗ്ദാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പശുമ്പ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ എവരി വൺ. ഗൈസ്, ഇവിടെ കോളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്പ്ലോറിങ് ആണ്. ഫുള്ളി എക്സ്പ്ലോറിങ്. ഓൺലി എക്സ്പ്ലോറിങ്. ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ സ്റ്റോൺ പോലും എൻ്റെ കയ്യിലില്ല. എന്നിട്ട് ഡയറക്റ്റ് ഞാൻ എന്തിലേക്കാണ് വന്നത്? അയണിലേക്ക്. തടിയിൽ നേരെ വുഡിൽ നേരെ അയണിലേക്ക്. ആരും എൻ്റെ അടിയിലുള്ള പോലെ ഇല്ലേ? ഈ സോംബികൾ വെള്ളത്തിൽ വീണ എന്തൊരു കുന്ത്രണ്ടാവും ഗൈസ്. വെള്ളത്തിലെ സോംബിയാവും. പക്ഷെ അവന്മാർക്ക് കരയിലും കയറാൻ പറ്റും. അത് ഫൗളാണ് ഗൈസ്. കറുത്ത ആട്. ഹലോ ഗൈസ്, നിങ്ങളുടെ അണ്ണൻ്റെ ധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലത്തെ രാത്രിയിലത്തെ ധൈര്യം. ഇത് ആർക്കെങ്കിലും ഉണ്ടോ ഗൈസ് അത്ര ധൈര്യം? ചെന്ന് മുമ്പിൽ ചടിച്ചാവാൻ. ഗൈസ്, ഇത് എവിടെ നോക്കിയാലും മൃഗങ്ങളല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇതാരും അടിച്ചത് ഇപ്പോൾ പറയുന്നു. ഓ, ഈ കുന്തം പിടിക്കുന്നവൻ എന്തിൻ്റെ സോക്കേടാ? ഞാൻ എന്തേലും ചെയ്തോ നിന്നെ? ഗൈസ്, വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കുറഞ്ഞൊന്നും അടിക്കണോടാ കടവാവല്. നീ കുറെ നേരമായല്ലോ. ഞാൻ നിന്നെ നോട്ടിട്ട് വെച്ചേക്കുക. ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ അണ്ണൻ്റെ ധൈര്യം. ഗൈസ്, ചിലപ്പോൾ രാത്രിയാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ആടിനെയൊക്കെ കൊന്നിട്ട് നല്ല അടിപൊളി ബെഡ് ഉണ്ടാക്കാം. ബെഡ്. നിങ്ങൾ ചോദിക്കും നീ എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് എന്താണ് എക്സ്പ്ലോർ ചെയ്യാത്തത്? ഗൈസ്, എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇരുട്ടായി കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ച പോലെ നിങ്ങൾ പേടിച്ച് പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലത്. ഓക്കെ, അപ്പം നിങ്ങൾ ആടാ ദാഹിക്കുന്നൊരു പട്ടി. എടേ ക്യൂട്ട് സാധനോടാ. കുരയ്ക്കുന്ന മക്കളെങ്ങ് വാ. ഓ ഗൈസ്, ഇവൻ എൻ്റെ പെറ്റായി. ഓ സിറ്റ് ഡാ, ഇരിടാ അവിടെ. പിന്നെ എന്നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. ഗൈസ്, ഇവൻ്റെ പേരാണ് ടിട്ടുമോൻ. ടിട്ടുമോൻ കംഹോൺ കംഹോൺ എന്നൊക്കെ. അയ്യോ എൻ്റെ പൊന്നോ, നീ എന്നോട് കുരയ്ക്കുന്നേ. ബാ, നമുക്കൊരു ഒരു ആടിനെ കൊന്നിട്ട് വരാം. ബാ. ഓ
ഗൈസ് ആടിനെ കൊല്ലുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആടുകൾ എവിടുന്ന് എസ്കേപ്പ് ആയെന്ന് തോന്നി. എവിടെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ ഗൈസ്. നമ്മൾ ചെറുതായിട്ടേ വഴി തെറ്റിയോ ഒരു സംശയമില്ലാതില്ല. കാരണം നമ്മൾ നിന്നെടുത്ത് ഇതേപോലത്തെ കളറുള്ള ചെടികളില്ല. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ വഴി തെറ്റിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും ഗൈസ്. നമ്മൾ ഏതെങ്കിലും ഒരു മല ഇതിൻ്റെ എവിടെയെങ്കിലും മുകളിൽ കയറി നിന്ന് നോക്കേണ്ടി വരും. ഡോഗേഷ് എൻ്റെ കൂടെ എപ്പോഴും കാണണം. ഓക്കെ. എടാ ഞാൻ താഴെ വീഴത്തില്ലെന്ന് പറഞ്ഞല്ലോടാ കുട്ട. എന്നിട്ട് നീ എന്തിനാണ് പേടിപ്പിച്ച് താഴെ ഇടുന്നേ? ലൈഫ് ഒന്നാമത് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഇവന്മാരൊക്കെ വരുന്നത്. ഞാൻ എങ്ങനെ ഇപ്പം രക്ഷപ്പെടും ഗൈസ്? ആ പട്ടി വിചാരിച്ചാണ് എന്ത് ഉണ്ടാക്കാനാ ഇവനൊക്കെ. രണ്ടടി കൊടുത്താൽ ചത്തു പോത്തില്ലേ? പക്ഷേ എനിക്കതിനുള്ള ഹെൽത്ത് ഇപ്പോൾ തൽക്കാലത്തേക്കില്ല. അതുകൊണ്ടാണ് ഗൈസ്. ഇന്നലെ രാത്രികൾ കണ്ടായിരിക്കുമല്ലോ, കിടില ഹെൽത്തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്തായിരുന്നു ഇതേപോലെ തന്നെ രാത്രിയിൽ ഒരുത്തൻ്റെ വരവ്. ആ വരവിന് വേണ്ടി കാത്തിരുന്നു നമ്മൾ. ഗൈസ് ഫൈനലി നമ്മൾ വന്നിടത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഇന്ന് തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇത്രയ്ക്കായ സ്ഥിതിക്ക് ഗൈസ് നമുക്ക് ഡോഗേഷിനെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഡോഗേഷ് മോൻ ഡോഗേഷ്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഡോഗേഷിനെയും ഞാനും നേരെ വീട്ടിൽ ചെന്ന് കയറുക, അവിടെ സേഫ് ആവുക. അതിനുശേഷം ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയി പോകാണ്ട് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പറ്റി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വഴി തെറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി താഴെ വീഴാൻ പോയത് മല തപ്പി. മലയുടെ അടുത്താണല്ലോ നമ്മുടെ വില്ലേജ്. അതുകൊണ്ട് മല തപ്പി ഞങ്ങളുടെ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഗ്രീൻ ഷർട്ട് ഇട്ട് അമ്മാവനൊക്കെ നിൽപ്പുണ്ട്. ഹലോ സർ. അല്ല വേണ്ട, വിട്ടേരട്ടാ ഡോഗേഷ്. ഇങ്ങ് പോന്നേരെ, വിട്ടേരെ. പാവങ്ങളാ, വിട്ടേരെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. കാരണം ഗൈസ് നമ്മൾ അടുത്ത പാർട്ട് 2 വീഡിയോയിൽ നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2 വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ. എല്ലാം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.